മിസ് ലിസ. നമുക്ക് വന്ന് ഇന്ന് പിയാനോ ആൻഡ് കീബോർഡ് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഒരു പാട്ട് പഠിക്കാം. അപ്പോൾ എങ്ങനെയാണ് പാട്ട് പഠിക്കുന്നതിന് മുൻപായിട്ട് കീബോർഡ് എന്താണ്, പിയാനോ എന്താണ്, അതിൻ്റെ പാറ്റേണൊക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കാം. പിയാനോ, ഇതാണ് ഒരു പിയാനോ. ആ പിയാനോയ്ക്ക് നമുക്ക് ഇതിന് മിഡിൽ സി എന്ന് പറയും. അപ്പോൾ ഇതെത്ര ഇത് മിഡിൽ സിയിൽ ഇവിടം വരെ ഒരു ഒക്ടേവ്. ഒരു പാട്ട് വായിക്കണം എന്ന് തോന്നുമ്പോൾ നമ്മളിങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സി, ഡി, ഇ, എ, ജി, എ, പി, സി. ഇത് ഒരു ഒക്ടേവ് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഇത് അടുത്തതും അതുപോലെ തന്നെയാണ്. സി, ഡി, ഇ, എ, ജി, എ, ബി, സി. വീണ്ടും അത് തന്നെയാണ് പാറ്റേണായിട്ടാണ്. സി, ഡി, ഇ, എ, ജി, എ, ബി, സി. വീണ്ടും അത് തന്നെയാണ്. സി, ഡി, ഇ, എ, ജി, എ, ബി, സി. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നോക്കിയാലോ, ഇവിടം വരെ കണ്ടു. ഇവിടെയും അത് തന്നെയാണ് വരുന്നത്. ഉണ്ടോ? സി, ഇത് 3 കീയേ ഉള്ളൂ, ഇത് കൗണ്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ സി, ഡി, ഇ, എ, ജി, എ, ബി, സി. വീണ്ടും സി, ഡി, ഇ, എ, ജി, എ, ബി, സി. സി, ഡി, ഇ, എ, ജി, എ, ബി, സി. ഈ ശബ്ദം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. അപ്പോൾ ഓരോതിൻ്റെ ഫ്രീക്വൻസിയാണ് മാറുന്നത്. അങ്ങോട്ട് താഴോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഫ്രീക്വൻസി മാറുന്നതല്ലാതെ സ്വരം മാറുന്നില്ല. സ്വരം എപ്പോഴും 7 സ്വരത്തിൽ മാത്രമാണ് പാട്ടിരിക്കുന്നത്. അപ്പോൾ 7 സ്വരത്തിൽ മാത്രം പാട്ടെന്ന് വയ്ക്കുമ്പോൾ 7 സ്വരമാണുള്ളത്. പാട്ട് വന്ന് മാറിക്കൊണ്ടിരിക്കും, ഏതെങ്കിലും സ്വരങ്ങൾ മാറും. അപ്പോൾ ഇത് കണ്ടോ, ഈ ഇത് എങ്ങനെ മനസ്സിലാക്കാം? സി ഏതാണ് എന്ന് മനസ്സിലാക്കാണ്ട് ഈ 2 ബ്ലാക്ക് കീസ് കണ്ടോ, ഈ കറുത്ത കീയുടെ അടുത്ത് തൊട്ട് ലെഫ്റ്റിൽ ഇതാണ് സി. അപ്പോൾ ഇതെവിടെ? ഇതൊരു സി ആണ്. കണ്ടോ, ഈ 2 ബ്ലാക്ക് കീസിൻ്റെ അടുത്താണ് സി. ഇത് സി. അങ്ങനെയാണ് സി പോകുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് സി, ഡി, ഇ, എഫ് ആണ്. അപ്പോൾ ഈ 3 ബ്ലാക്ക് കീസിൻ്റെ അടുത്ത് ഉള്ളത് എഫ് ആണ്, ഒരിക്കലും അത് സി അല്ല. അപ്പം അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. സി, എഫ്, സി, എഫ്, സി, എഫ്. ഇങ്ങനെ മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾ നോട്ടെടുക്കാൻ ഒരു പ്രയാസം ഉണ്ടാകത്തില്ല. ഇതാണ് കീബോർഡിൻ്റെ പാറ്റേൺ, അല്ല ഇതാണ് പിയാനോയുടെ പാറ്റേൺ, സോറി. അപ്പോൾ കീബോർഡിൻ്റെ പാറ്റേൺ ഒന്ന് കാണാമല്ലോ. കീബോർഡിൽ നമുക്ക് നോക്കാം. അപ്പോൾ കീബോർഡ്, പിയാനോ കണ്ടു, പിയാനോയിൽ എത്ര പാറ്റേൺ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ കീബോർഡിലും അത് തന്നെ പാറ്റേൺ. നമ്മൾ വന്നിട്ട് ഇത് കണ്ടോ, സി, സി, ഡി, ഇ, എ, ജി, എ, ബി, സി. സെയിം പാറ്റേൺ തന്നെയാണ്. സി, ഡി, ഇ, എ, ജി. അങ്ങനെ ഇവിടെ അതുപോലെ തന്നെ സി, കീബോർഡിൽ. ഇത് പിയാനോയും കീബോർഡും നമ്മുടെ ഡിഫറൻസ് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇതാണ് പിയാനോയിൽ. പിയാനോയിൽ 88 കീസ് ഉണ്ട്, ഇതിനകത്ത് അത്രയും ഇല്ല. അതാണ് അല്ലാതെ ഒരു ഡിഫറൻറ്റ് ഉള്ളൂ. പക്ഷെ പിയാനോയിൽ നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് ഇത് കണ്ടോ, നോട്ട് നിങ്ങൾക്ക് മനസ്സിലാകാനാണ് ഞാനിങ്ങനെ എഴുതിയിരിക്കുന്നത്. ഉണ്ടോ, സി. അപ്പോൾ ഇതിന് സ്ട്രെച്ചർ ലൈൻ എന്ന് പറയും. ഇത് കണ്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ബോർഡിൽ എഴുതി കാണിക്കാം. അപ്പോൾ നോട്ട് എഴുതാൻ പഠിക്കുമ്പോൾ ഞാൻ പഠിപ്പിച്ചു തരാം. ഇതെല്ലാം അങ്ങനെ നോക്കി വായിക്കാം. ഇപ്പോൾ സി, ഇപ്പോൾ ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ ഒരു പാട്ടെടുക്കാം, അല്ലെങ്കിൽ ഒരു ഒറ്റ എപ്പിസോഡിൽ പാട്ട് വായിക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാനത് എങ്ങനെ വായിക്കാമെന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, സി, ഡി, ഇ, എ, ജി, എ, ബി, സി. ബി, എ, ജി, എ, ഇ, ഡി, സി. അപ്പോൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് കൈ എപ്പോഴും കീബോർഡിൽ കൈ വെക്കുമ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെയാണ് കൈ വെക്കാനുള്ളത്. ഒരിക്കലും ഇങ്ങനെ വെക്കരുത്. അത് ഇരിക്കുന്നതിൻ്റെ പൊസിഷനുണ്ട്, സിറ്റിംഗ് പൊസിഷൻ. നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ അടുത്തിരിക്കണം. കൈ നമുക്ക് ഇവിടം വരെ എത്തണം. എന്ന് വെച്ചെന്നാലേ നമ്മൾ വന്ന് നൊട്ടേഷൻ ഇവിടെ വെക്കുമല്ലോ, അത് കൈ പേജ് മറിക്കാൻ വേണ്ടി നമ്മുടെ കൈ ഇവിടം വരെ എത്തണം. അതാണ് സിറ്റിംഗ് ഡിസ്റ്റൻസ്. സ്ട്രൈറ്റ് ആയിട്ടിരുന്നു കൊണ്ട് നമ്മളിങ്ങനെ
വായിക്കാം. അപ്പം ഞാനിപ്പോൾ ആദ്യത്തെ ഇതിൽ തന്നെ ഒരു പാട്ട് എങ്ങനെ എടുക്കുക. അപ്പം നമ്മൾ സി ഡി ഇ ആ ഒരു 3 കീയിൽ ഒരു പാട്ട് വായിക്കാം. എങ്ങനെ വായിക്കാമെന്ന് ഞാൻ കാണിച്ചതുണ്ട്. ഇ ഡി സി, ഇ ഡി സി, സി സി, ഡി ഡി, ഇ ഡി സി. ഇത് പാട്ടിങ്ങനെ വരും. ഹോട്ട് ക്രോസ് വൺസ്, ഹോട്ട് ക്രോസ് വൺസ്, 1 a penny, 2 a penny, hot cross ones. ഇത് ഞാൻ ബോർഡിൽ എഴുതി കാണിക്കാം. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ നോട്ട് എഴുതുന്നത്. നോട്ട് എഴുതാൻ നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, നമ്മളിപ്പോൾ വായിച്ച് കാണിച്ചത് ഹോട്ട് ക്രോസ് വൺ എന്നുള്ള പാട്ടല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ നോട്ട് എങ്ങനെ എഴുതണമെന്ന് അറിയണ്ടേ? ഇതാണ് അതിൻ്റെ നോട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ നോട്ട് വായിക്കുന്നതാണ്, എങ്ങനെയാണ് ഇത് പാടുന്നതാണ് ഞാൻ കേൾപ്പിച്ചത്. അപ്പോൾ ഈ നോട്ട് കണ്ടോ, ഇത് വന്ന് ഇ ആണ്, ഇ ഡി സി. അപ്പം മലയാളത്തിൽ പറയുന്നവരാണെങ്കിൽ ഇത് ഗായാണ്, ഗ രി സ. വീണ്ടും സെയിം നോട്ടാണ്, ഇ ഡി സി, ഗ രി സ. ഇത് റെസ്റ്റാണ്. ഇത് സി സി, ഡി ഡി, ഇ ഡി സി. അപ്പോൾ ഹോട്ട് ക്രോസ് വൺസ്, hot cross ones, 1 a penny, 2 a penny, hot cross ones. ഇവിടെ റെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഈ 2 ബാർലൈൻ കണ്ടോ, ഇത് എൻഡിങ് ബാർലൈൻ എന്ന് പറയും. പാട്ട് തീരുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യം വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് അങ്ങനെ. ഇത് സെമി ബ്രേവ് റെസ്റ്റ് എന്ന് പറയും. ഈ റെസ്റ്റിന് ഈ ഒരു ഇതിൻ്റെ ഈ ഒരു ബാറിൽ അത്രയും റെസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഞാൻ സാവകാശം പഠിപ്പിച്ചു തരാം. എല്ലാം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂസ് ആയിപ്പോകും. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് എല്ലാവരും ഈ നോട്ട് നന്നായിട്ട് എഴുതി പഠിക്കുക. ഇതിലുള്ള ബുക്ക് വാങ്ങിക്കേണ്ടത് 5 ലൈനാണ് കേട്ടോ. ലൈൻസ് ഉണ്ട്, 1 2 3 4 5 4 അല്ല. 4 ലൈൻ ബുക്ക് വാങ്ങിച്ചിട്ട് ഇത് എഴുതാൻ ശ്രമിക്കരുത്. 5 ലൈൻസ് അല്ല. നിങ്ങൾ ഇതുപോലെ വൈറ്റ് ബോർഡ് വാങ്ങിച്ചിട്ട് എഴുതുകയാണെങ്കിൽ ഇടാം, അങ്ങനെയോട് എഴുതാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിന് വേറൊരു പാട്ട്, ചെറിയ ചെറിയ പാട്ടുകൾ പ്രാക്ടിക്കൽ വായിച്ചുകൊണ്ട് നമുക്ക് വന്ന് തിയറി കൂടി പഠിക്കാം. അത് പ്രാക്ടിക്കലും തിയറിയും ചേർന്ന് പഠിക്കുന്നതായിരിക്കും എല്ലാം നല്ലത്. അല്ലെങ്കിൽ പാട്ട് വായിച്ചാൽ നോട്ട് എങ്ങനെ എഴുതുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. നോട്ട് എഴുതി പഠിച്ചില്ലെങ്കിൽ നോട്ട് കണ്ട് വായിക്കാൻ പറ്റില്ല. അപ്പോൾ ഓക്കെ, ടേക്ക് കെയർ, സീ യു നെക്സ്റ്റ് ക്ലാസ്.